മകന്റെ പഠനം മുടങ്ങാതിരിക്കാൻ സ്വന്തം കാറ് വരെ വിറ്റൊരു അച്ഛന്. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം അത് മനോഹരമായിരിക്കുന്ന ഒരു മറുപുറുണ്ട്. അതേ അച്ഛന്റെ മുമ്പിൽ മകൻ ചെയ്തൊരു കാര്യം ആ മനുഷ്യന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറക്കും. ദാരിദ്ര്യ ചുഴിയിലും ആ മോൻ നന്നായിട്ട് പഠിച്ചു, നല്ലൊരു ജോലി നേടി. പക്ഷെ ആദ്യമായിട്ട് നല്ലൊരു വരുമാനം കയ്യിൽ വന്നപ്പോഴും ഒരിക്കലും അവന്റെ അച്ഛൻ അവന് വേണ്ടി മാറ്റിവെച്ച ഒരു കാര്യം അവൻ മറന്നില്ല കേട്ടോ. ഒരു ദിവസം അച്ഛനെയും കൂട്ടിയിട്ട് അവന് പുറത്തു പോകുന്നുണ്ട്. പിന്നെ ഒന്നും പറയാതെ ഒരു കാറിന്റെ കീ അച്ഛന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറയാണ്, അച്ഛാ ഇത് അച്ഛനുള്ളതാണ്. ആ വാക്ക് കേൾക്കുന്ന സമയത്ത് അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്. മകന്റെ സ്നേഹത്തിന് മുമ്പിൽ മനസ്സ് ഹർഷത്താല് കണ്ണീർ പൊഴിയുന്ന രംഗുണ്ട്. സത്യത്തിൽ മാതാപിതാക്കൾ നമുക്ക് തരുന്ന ത്യാഗങ്ങൾക്ക് പകരം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അവർ നമുക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതം നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണല്ലേ. ഇന്ന് കേരളത്തിൽ ഏകദേശം 700-ൽ പരം രജിസ്ട്രേഡ് ആയിട്ടുള്ള വൃദ്ധസദനങ്ങൾ തന്നെ ഉണ്ട്. 2016-17 വർഷങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളുടെ എണ്ണം 20,000 മാത്രമായിരുന്നു. 2024-25 ആയപ്പോഴേക്കും അത് 50,000-ന്റെ അടുത്തെത്തി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ആ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന അന്തേവാസികളുടെ കണക്കൊന്നെടുത്താല് അവരുടെ മക്കളൊക്കെ വലിയ UGയും PGയും PhDയും അതിനപ്പുറത്തുള്ള ഉദ്യോഗങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷെ എന്തുണ്ടായിട്ട് എന്താലേ, കൺമുന്നിലുള്ള സ്വർഗങ്ങളെ പരിപാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ജീവിതം തന്നെ വിഫലല്ലേ. ഒരിക്കലും നമ്മളെ പഠിപ്പിക്കാനും വളർത്താനും സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചവർ ഇന്ന് അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനും നമുക്ക് സമയമുണ്ടോ എന്നുള്ളതാണല്ലേ ചിന്തിക്കേണ്ടത്. കാലം മാറുമ്പോൾ അവരുടെ കൈ പിടിക്കേണ്ടത് നമ്മുടെ ഊഴാണ്.